UDF സർക്കാർ അധികാരത്തിലേറി 100 ദിവസം പിന്നിട്ടിട്ടും സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ നടപ്പായില്ല. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ ലഭിക്കാനുള്ള സർവീസ് കാലയളവ് 4 വർഷമാക്കുമെന്ന ഉറപ്പ് നടപ്പായില്ലെന്ന് വിവരാവകാശ രേഖ. നിലവിലുള്ള ഇളവുകൾ തുടരുന്നതിനെതിരെ വൻ വിമർശനവും പ്രതിഷേധവും വരുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, തങ്ങൾ അധികാരത്തിലെത്തിയാൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ പെൻഷൻ കാലാവധി അല്ലെങ്കിൽ പെൻഷൻ പ്രായം 4 വർഷമാക്കി ഉയർത്തുമെന്നാണ് VD സതീശൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ 100 ദിവസമായിരിക്കുന്നു. ഇക്കാര്യത്തിൽ യാതൊരു നടപടികളുമില്ല. വാഗ്ദാനങ്ങൾ മാത്രമായി ഇത്തരം പ്രഖ്യാപനങ്ങൾ മാറുകയാണോ ജിജീഷ്? രഞ്ജിത്ത്, ഇവിടെ വലിയ ഒരു പ്രഖ്യാപനം എന്ന നിലയിലാണ് VD സതീശൻ ഒരു കാര്യം അറിയിച്ചത്. തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ കാര്യത്തിൽ അനധികൃതമായി അവർക്ക് പെൻഷൻ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ 4 വർഷം കാലയളവ് പൂർത്തിയാക്കുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് മാത്രമായിരിക്കും പെൻഷന് യോഗ്യതയുള്ളത് എന്നൊരു പ്രഖ്യാപനമായിരിക്കും നടത്തിയത്. വലിയ തോതിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും VD സതീശന്റെ ഒരു നേട്ടം അല്ലെങ്കിൽ നിർണായകമായ ഒരു നടപടി എന്ന രീതിയിലെല്ലാം അത് അവതരിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ സർക്കാർ അധികാരമേറ്റ് ഇതുവരെയായിട്ടും ഇത് സംബന്ധിച്ച് യാതൊരു വിജ്ഞാപനവും പുറത്തിറങ്ങിയിട്ടില്ല. നിലവിലുള്ളത് അനുസരിച്ച് 2 വർഷമാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ കാലാവധി എന്ന് പറയുന്നത്. 2 വർഷത്തെ കാലാവധിയെ അത് 3 വർഷമാക്കി ക്രമപ്പെടുത്തി നൽകുകയും അതനുസരിച്ച് ആജീവാനന്ദം അവർക്ക് പെൻഷൻ ലഭിക്കുകയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി എടുക്കുന്ന പാർട്ടി അനുഭാവികളായ, അത് LDF ഭരണകാലത്താണെങ്കിലും UDF ഭരണകാലത്താണെങ്കിലും പാർട്ടി അനുഭാവികളായ ആളുകൾക്ക് പിന്നീട് ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അത് ഇപ്പോഴും മാറ്റമില്ല. കാരണം 5 വർഷത്തെ കാലാവധിക്കുള്ളിൽ, ഒരു സർക്കാരിന്റെ 5 വർഷത്തെ കാലാവധിക്കുള്ളിൽ ഓരോ 2 കാലാവധികൾ വീതമാണ് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ 2 വർഷം ഒരാൾ ജോലിയിലേക്ക് കയറുന്നു, അതിനുശേഷം തുടർന്നുള്ള 3 വർഷം മറ്റൊരാൾക്ക്, അങ്ങനെ 2 പേർക്കും പെൻഷൻ ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൃത്യമായി തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ താൻ ആ ഒരു നല്ല നില തുടരുന്നില്ല എന്ന് പ്രഖ്യാപിച്ച VD സതീശൻ എന്നാൽ അക്കാര്യത്തിൽ ഏതെങ്കിലും തുടർ നടപടിയിലേക്ക് കടക്കാൻ തയ്യാറായില്ല. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവുകളോ വിജ്ഞാപനങ്ങളോ ഒന്നും തന്നെ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുമില്ല. ജിജീഷ്, നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വലിയ ആക്ഷേപം ഉയർന്നിട്ടുള്ളതാണ്. കാരണം കഴിഞ്ഞ ഇടതു സർക്കാരിൻ്റെ കാലത്ത് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ 2.5 വർഷം 2 ടേമായിട്ട് പരമാവധി പേരെ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കുത്തി നിറയ്ക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. സഖാക്കന്മാരെ ഒരു ദിവസമെങ്കിലും തെരുവിൽ പോലീസിനെതിരെയോ സർക്കാരിനെതിരെയോ വലിയ ആക്രമണങ്ങൾ നടത്തിയ ഈ സഖാക്കന്മാരെയൊക്കെ, കുട്ടി സഖാക്കന്മാരെയൊക്കെ കുത്തിത്തിരുക്കി കയറ്റാനുള്ള ഒരു ഇടമായിട്ടാണ് മന്ത്രിയുടെ ഓഫീസുകളെ ഇടതു സർക്കാർ കണ്ടത്. അതിൽ നിന്നും ഒട്ടും മാറ്റമില്ല VD സതീശൻ സർക്കാർ വന്നപ്പോൾ എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമുക്ക് വ്യക്തമാവുന്ന കാര്യം, എങ്ങനെയാണോ കഴിഞ്ഞ ഇടതു സർക്കാരുകൾ ഈ കാര്യത്തിൽ തങ്ങൾ പാർട്ടിയുടെ പേരിൽ, സമരത്തിന്റെ പേരിൽ വലിയ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഒപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികളെ ആക്രമിച്ച കേസുകളിൽ അടക്കം ഉൾപ്പെടുകയും ചെയ്ത ആളുകളെ അവർക്ക് കൃത്യമായി ഒരു പെൻഷൻ ജീവിതകാലം മുഴുവൻ ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനം മാത്രമേ, അതായത് പാർട്ടി അടിമകൾക്ക്, പാർട്ടി അന്യകൾക്ക്, പാർട്ടി ക്രിമിനലുകൾക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ ലഭിക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു കഴിഞ്ഞ LDF സർക്കാർ 10 വർഷം ഭരിച്ച സമയത്തും ഈ ഒരു പേഴ്സണൽ സ്റ്റാഫ് നിയമനം എന്ന് പറയുന്നത്. അങ്ങനെ ആളുകളെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് തിരികെ കയറ്റി, ബന്ധുക്കളെ അടക്കം പേഴ്സണൽ സ്റ്റാഫിലേക്ക് തിരികെ കയറ്റി, അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല UDF സർക്കാർ എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് മുൻ സർക്കാരുകൾ തുടർന്നു വന്ന അതേ നയം ഇപ്പോൾ UDF സർക്കാരും കൊണ്ടുവരുന്നു എന്നത്. കാരണം മുഖ്യമന്ത്രി VD സതീശൻ ഒരു പ്രഖ്യാപനം നടത്തി എന്നതിനപ്പുറം അതിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പരസ്യമല്ലാത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കാരണം അവർ കണ്ടുവച്ചിരുന്ന നിരവധി ആളുകളുണ്ട് പേഴ്സണൽ സ്റ്റാഫിലേക്ക്. അങ്ങനെ സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിരുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ അവസരം നഷ്ടപ്പെടുമെന്ന് കണ്ടതോടുകൂടി VD സതീശന് മേൽ വലിയ ഒരു സമ്മർദ്ദം ഈ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ, പ്രാദേശികമായുള്ള കോൺഗ്രസ് നേതാക്കളും ജില്ലാ കോൺഗ്രസ് നേതാക്കളിൽ നിന്നുമെല്ലാം തന്നെ ഉണ്ടായി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അങ്ങനെയാണ് ഇക്കാര്യത്തിൽ 4 വർഷമായി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ പെൻഷൻ ലഭിക്കാനുള്ള കുറഞ്ഞ കാലപരിധി മാറ്റാനുള്ള ഒരു പ്രഖ്യാപനം അത് നടപ്പിലാകാതെ പോകുന്നത്. അങ്ങനെ ഇവിടെ CPM-ന്റെ നേരത്തെ CPM ക്രിമിനലുകൾക്കും CPM ആക്ടിവിസ്റ്റുകൾക്കും എല്ലാമാണ് ഈ ഒരു ഗുണം ലഭിച്ചിരുന്നത് എങ്കിൽ അതിന് പകരം ഇപ്പോൾ UDF-ന്റെയും കോൺഗ്രസിന്റെയും എല്ലാം തന്നെ ചില നേതാക്കൾക്കും വ്യക്തമാണ്. ജിജീഷ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നതിന് സമാനമായ ധൂർത്ത് തന്നെയാണ് VD സതീശൻ സർക്കാർ നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ്.